നിങ്ങൾ UK-യിൽ താമസിക്കുന്ന മലയാളിയാണോ? നിങ്ങൾക്ക് രാഹുൽ ഈശ്വറിനെയും രാഹുൽ മാങ്കൂട്ടത്തിനെയും അറിയാമോ? ആൻഡി ബർണത്തിനെ അറിയില്ലേ? എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു പേരാണ് ആൻഡി ബർണം. 2017 മാഞ്ചസ്റ്റർ മേയറായി എലക്ട് ചെയ്യപ്പെട്ട ആൻഡി ബർണം 2021 അതിനുശേഷം 2024 മാഞ്ചസ്റ്റർ മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ വർഷം ഗോട്ടൺ ആൻഡ് ഡെൻറ്റൺ MP ആയ ആൻഡ്രൂ റിസൈൻ ചെയ്തപ്പോൾ ആ ഒടുവിലേക്ക് വരുന്ന ബൈ ഇലക്ഷനിൽ മത്സരിക്കാനാണ് ആൻഡി ബർണത്തിൻ്റെ തീരുമാനം. ഇതും നാഷണൽ പൊളിറ്റിക്സും തമ്മിലുള്ള ബന്ധം നമുക്ക് നോക്കാം. മാഞ്ചസ്റ്ററിൽ കഴിഞ്ഞ കുറേ വർഷങ്ങളായി വലിയ മാറ്റങ്ങൾ വരുത്തി ലേബർ പാർട്ടിയിൽ തന്നെ വലിയൊരു സ്ഥാനം നേടിയ ആളാണ് ആൻഡി ബർണം. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൈം മിനിസ്റ്റർ റേറ്റിംഗ് വളരെ കുറവാണ്, താഴോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്, എസ്പെഷ്യലി വിത്ത് ഹിസ് യു-ടേൺസ്. അപ്പം ഈ ആൻഡി ബർണത്തിനെയാണ് ലേബർ പാർട്ടി ഒരു ബദൽ ലീഡറായിട്ട് കാണുന്നത്. അപ്പോൾ ഈ മെയിൽ സംഭവിക്കാൻ പോകുന്ന ബൈ ഇലക്ഷനിൽ വലിയൊരു പരാജയം ലേബർ പാർട്ടിക്ക് സംഭവിച്ചാൽ കീർ സ്റ്റാമർ എന്ന ലീഡർ മാറുകയും അവിടെ ആൻഡി ബർണം വരാനുള്ള ചാൻസ് വളരെ കൂടുതലുമാണ്. പക്ഷേ ഇതിലും ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പം ഇന്നലെ വൈകിട്ടാണ് ആൻഡി ബർണം ഈ ഇലക്ഷന് നിൽക്കാം എന്ന് തീരുമാനിച്ചത്. പക്ഷേ NEC എന്നൊരു ബോർഡ്, അതായത് ഒരു എക്സിസ്റ്റിംഗ് മേയറായ സ്ഥിതിക്ക് ആൻഡി ബർണത്തിന് ഈ പാർലമെൻറ്റിൽ ബൈ ഇലക്ഷനിൽ നിൽക്കാമോ ഇല്ലയോ എന്ന് തീരുമാനിക്കുന്നത് ലേബറിൻ്റെ തന്നെ ഒരു നാഷണൽ ബോർഡാണ്. ആ നാഷണൽ ബോർഡിൽ കീർ സ്റ്റാമറും അംഗരക്ഷകരുമുണ്ട്. കീർ സ്റ്റാമറിന് നല്ലപോലെ അറിയാം ആൻഡി ബർണം പൊളിറ്റിക്സിൻ്റെ മുൻനിരയിലേക്ക് വരികയാണെങ്കിൽ, നാഷണൽ പൊളിറ്റിക്സിൻ്റെ മുൻനിരയിലേക്ക് വരികയാണെങ്കിൽ വലിയൊരു എതിരാളി ആയിരിക്കും എന്ന് പുള്ളിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് ഇന്ന് വൈകിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം ആൻഡി ബർണത്തിനെ ഈ സീറ്റ് നിൽക്കാനായി സമ്മതിക്കുമോ ഇല്ലയോ എന്നുള്ളത്. ഇനി വേറൊരു കാര്യം കൂടെ നോക്കാം. ഇൻ കേസ് ഇദ്ദേഹം മാഞ്ചസ്റ്റർ മേയർ സ്ഥാനത്ത് നിന്നും രാജിവെച്ച് തിരിച്ച് ഈ ബൈ ഇലക്ഷനിൽ നിന്ന് ഈ ബൈ ഇലക്ഷനിൽ പരാജയപ്പെടുകയാണെന്ന് കരുതുക, ഇദ്ദേഹത്തിന് തിരിച്ച് മാഞ്ചസ്റ്റർ മേയർ സ്ഥാനത്തേക്ക് തിരിച്ചു പോകാൻ പറ്റും. എന്നാൽ ഈ ബൈ ഇലക്ഷനിൽ ജയിക്കുകയാണെങ്കിൽ ഒരുപക്ഷേ നാളത്തെ നമ്മുടെ പ്രധാനമന്ത്രി ഇദ്ദേഹമായിരിക്കാം. കാത്തിരുന്ന് കാണാം.